മഹത്തുക്കളാവുന്ന ഈ വിശുദ്ധാത്മാക്കളാവുന്ന അള്ളാഹുവിൻ്റെ അംബിയാ, അള്ളാഹുവിൻ്റെ ഔലിയാ, വലിയത്തുകൾ, അവരോടുള്ളതായ ആ ബന്ധം അത് മരണശേഷമാണെങ്കിലും ആ ബന്ധം എത്രമാത്രം ശക്തിപ്പെടുത്താൻ കഴിയുമോ അതനുസരിച്ച് നമ്മളെ ഈമാൻ്റെ ഖുവ്വത്ത്. ആ ബന്ധം കുറയുമ്പോഴോ ഈമാൻ്റെ ഖുവ്വത്ത് കുറഞ്ഞു പോകും. അതാണ് കണ്ടില്ലേ, പഴയ മുൻകഴിഞ്ഞ നമ്മളെ മുൻഗാമികൾക്ക് വിദഈ ആശയങ്ങളൊക്കെ അവിടെ വരുന്നതിൻ്റെ മുമ്പ് നമ്മളെ മുൻഗാമികളായ ആളുകൾക്കുള്ള ഈമാൻ്റെ ഖുവ്വത്ത് നോക്ക്, എത്രമാത്രം ശക്തമാകുന്നതായ ഈമാനായിരുന്നു അവരെ ഈമാൻ. നേരെ മറിച്ച് വിദഈ ആശയങ്ങൾ ഇവിടെ കടന്നു വന്നപ്പോൾ മഹാന്മാരാവുന്ന അംബിയാ ഔലിയാവിനോടുള്ളതായ മഹബത്തും ആദരവും അത് കുറച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ അതിനെ മോശമായി ചിത്രീകരിക്കുന്നതായ നിലക്കുള്ളതായ പ്രഭാഷണങ്ങളും മറ്റുള്ള എഴുത്തുകളൊക്കെ അവിടെ വന്നപ്പോൾ അത് വായിച്ചുകൊണ്ടും അത് കേട്ടുകൊണ്ടും ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിനുള്ളതായ ഹൃദയം മലീമസമായി. ഈ ഉമ്മത്തിൻ്റെ ഹൃദയം എല്ലാവരെയല്ല, ഒരു വിഭാഗം ആളുകൾക്കുള്ളതായ ആ മലീമസമായ ആ വിഭാഗത്തോടു കൂടിയുള്ള ബന്ധം നമുക്കുണ്ടാവുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈമാനിക്കും അതുപോലത്തതായ ഒരു ദുഅഫ്, ഒരു ബലഹീനത വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ അപ്പോൾ അങ്ങനെ ഒരു ആദരവ്, എന്തിനാ അങ്ങനെ ഒരു ബഹുമാനം? ഇത് വിശുദ്ധ ഖുർആന്റെ വളരെ വളരെ വ്യക്തമായ നിലക്ക് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനങ്ങളോട് എതിരാണ്. എന്തിനാ ഇങ്ങനെയെന്നുള്ള ചോദ്യം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ശആയിറുകൾ, ആ ദീനിൻ്റെ ശിആറുകൾ, ആ ദീനിനെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതായ അതിൻ്റെ അടയാളങ്ങൾ, ആ അടയാളങ്ങൾ വമൻ യുഅദ്ദിം ശആയിറല്ലാഹ്, ദീനിൻ്റെ ശിആറുകൾ. മക്കത്ത് പോയി നോക്ക്, അവിടെ ദീനിൻ്റെ പല ശിആറുകളുണ്ട്. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹാജറ റളിയല്ലാഹു തആല അൻഹ പോലത്തെ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും അള്ളാഹുവിൻ്റെ വലിയത്തുകളാവുന്നതായ ബീവിമാരോടും ബന്ധപ്പെട്ടതായ പല ശിആറുകളോടുണ്ട്. ആ ശിആറുകളെ തഅദീം ചെയ്യണമെന്ന് കൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആ ശിആറുകളെ ഒരുത്തൻ തഅദീം ചെയ്യണത് നീ കണ്ടാൽ നീ മനസ്സിലാക്കിക്കോ, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അത് ഹൃദയത്തിലുള്ളതായ തഖ്വ ഉണ്ടല്ലോ, ആ തഖ്വ എത്രമാത്രം ശക്തമത്താണോ അതനുസരിച്ചായിരിക്കും ആ തഅദീം ഉണ്ടായിത്തീരുക, ആ ബഹുമാനവും ആദരവൊക്കെ ഉണ്ടായിത്തീരുക. അങ്ങനെ ദീനിൻ്റെ ശിആറുകൾ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ മഹാന്മാരോട് ബന്ധപ്പെട്ടതായ അതിൻ്റെ അവരെ ആധാറുകൾ, അത് ദീനിൻ്റെ ശിആറുകളാണ്. മഹാന്മാരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ട് സ്വല്ലിയാഹുനാ റകഅത്തൈൻ, നബിയെ ഇവിടുന്ന് 2 റകഅത്ത് കഴിച്ചു. റസൂൽ ചോദിച്ചു ജിബ്രീലിനോട്, എന്തിനാണ് ഇവിടുന്ന് 2 റകഅത്ത് നിസ്കരിക്കുന്നത്? ജിബ്രീൽ പറഞ്ഞ മറുപടി എന്താ? ഹാദാ ബൈത്തു ലഹ്മിൻ, ഇത് ബൈത്തുലഹം, ബത്ലഹം എന്ന് പറയുന്നതായ സ്ഥലമാണ്. ഫീഹി ഉലിദ ഈസ, ഇവിടെയാണ് ഈസ നബിയെ പ്രസവിക്കപ്പെട്ടത്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലമാണ് ബൈത്തുലഹം, ബത്ലഹം എന്ന് പറയുന്നത്. ആ സ്ഥലത്തിലേക്കൊരു പുണ്യുണ്ട്. കാരണം അല്ലാഹുവിൻ്റെ നബി ഈ വിശുദ്ധമാവുന്നതായ ഇസ്ലാം ദീൻ, ആ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി വന്നവരാണ് മഹാന്മാരാവുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവ്വൽ റസൂൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സർവ്വാംബിയാക്കന്മാർ, അവരൊക്കെ അങ്ങനെ വന്ന നബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് മഹാനാവുന്ന ഈസ നബി അലൈഹി സ്വലാം. എല്ലാവരും ഇവിടെ വിശുദ്ധമാവുന്ന ഈ ഇസ്ലാം ദീനിനെ പ്രചരിപ്പിക്കാനാണ് വന്നത്. ശരീഅത്തുകൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സർവ്വാംബിയാക്കന്മാരുടെയും ശരീഅത്തുകൾ ഒന്നല്ല. അത് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ ആവശ്യമാവുന്നതായ ആ ജനക്രമത്തും പ്രയാസമുള്ളതായ ശരീഅത്തിന് അല്ലാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതെന്താ കാരണം? അത് ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളോട് അതായിരുന്നു യോജിച്ചത്. അപ്പൊ ശരീഅത്തുകൾ വ്യത്യാസം ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഒരേ ഒരു ദീൻ, അല്ലാഹു വാഹിദാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ, ഇന്ന ആളുകളൊക്കെ അല്ലാഹുവിൻ്റെ പ്രവാചകനാണ്. ആഖിറുണ്ട്, ആഖിറത്തിലെ ഈ ഖബറിലുള്ള സുആല്, അതിനോട് ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിലൊക്കെ എല്ലാ അമ്പിയാക്കന്മാർ വരെ. അങ്ങനത്തെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പ്രസവിക്കപ്പെട്ട സ്ഥലമാണ് ഈ ബത്ലഹം. നബിയെ ഈ സ്ഥലത്തിലെ നബിയെ തങ്ങൾ ആദരിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയാ ആദരിക്കേണ്ടത്? സ്വല്ലിയാഹുനാ റകഅത്തൈൻ. ഇവിടെ എന്തെങ്കിലും ഒരു ഇബാദത്തിന്റെ സ്വഭാവം നബിയെ തങ്ങൾ ഉണ്ടാക്കണം. ഇവിടുന്ന് 2 റകഅത്ത് നിസ്കരിക്കുകയും. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇബാദത്ത് ചെയ്യാനല്ല, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലം, ആ സ്ഥലം പുണ്യമായതുകൊണ്ട് ആ സ്ഥലത്തിലൊന്ന് ആദരിക്കും നബിയെ. എന്താ പുണ്യമാവാൻ കാരണം? അത് ദീനിൻ്റെ ഒരു ശിആറാണ്. മഹാനാവുന്ന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലം അത് ദീനിൻ്റെ ശിആറാണ്.
ഇങ്ങനെ സർവ്വ ദീനിൻ്റെ ഷിആറുകൾ ഉണ്ടാവും. അത് അമ്പിയാക്കന്മാർക്കുള്ളതായ ഖുബൂറുകൾ, അത് ദീനിൻ്റെ ഷിആറുകളാണ്. അള്ളാഹുവിൻ്റെ ഔലിയാവിൻ്റെ ഖുബൂറുകൾ, അത് ദീനിൻ്റെ ഷിആറുകളാണ്. ആ ഷിആറുകളെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മഹാനാവുന്ന ഇബ്നുൽ അറബി തങ്ങൾ പറഞ്ഞതുപോലെ ലാ യുംകിനു അൻ യസീറ ഇലല്ലാഹി ഇന്നൽ ഇൻസാന ലാ യുംകിനു അൻ യസീറ ഇലല്ലാഹി സുബ്ഹാനഹു വ തആല. ഒരു മനുഷ്യനിക്ക് അള്ളാഹുവിലേക്കുള്ള ആ പ്രയാണം സാധ്യമല്ല. നമ്മളൊക്കെ അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിലാണ്. ഈ പ്രയാണം ഒരാൾക്കും സാധ്യമല്ല ഇല്ലാ ബി ഈമാനിൻ സഹീഹ്. സഹിയായ ഈമാൻ ഉണ്ടാവണം. എന്താ സഹിയായ ഈമാൻ എന്ന് പറഞ്ഞാൽ? മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്കുണ്ടായതായ ഈമാൻ. ആ ഈമാന്റെ സ്വഭാവം എന്താ? അവരെ ശേഷം വന്നതായ, അവരെ പിൻപറ്റിയ ആളുകൾക്കുള്ളതായ ഈമാൻ. അത് എന്താ സഹിയായ ഈമാൻ? അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ കിതാബുകൾ, അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ, അങ്ങനത്തെ സംഗതികളെ സംബന്ധിച്ചൊക്കെ വിശ്വസിക്കേണ്ടതായ അതിൻ്റെതായ സ്വഭാവങ്ങളെ ഉണ്ട്. ആ സ്വഭാവം അനുസരിച്ച് വിശ്വാസമാവണം. ഉദാഹരണമായിട്ട് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, ആ അമ്പിയാക്കന്മാർ അവർ സർവ്വസമയത്തും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഹദറത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുന്നവരായി. അൽ അംബിയാഉ മഅസൂമൂന അൻ കുല്ലി ഫിഇലിൻ ഔ ഖൗലിൻ ഔ ഹർകത്തിൻ അല്ലതി യുൻഖിസു മഖാമഹുമുൽ അഅ്ലാ. അമ്പിയാക്കന്മാരിൽ നിന്ന് അവരുടെ ആ ഉന്നതമാവുന്ന പദവിനെ ഏതെങ്കിലും നിലക്ക് എനിക്ക് മോശം വരുത്തുന്നതായ ഒരു സംഗതിയും അവരിൽ നിന്നുണ്ടാവുന്നതല്ല. വഹും മുലാസിമൂന ഹദറത്തുൽ ഖുദുസ്. അവർ സർവ്വസമയത്തും അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഹദറത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുന്നവരായി. അവരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുന്നതല്ല, തെറ്റുണ്ടാവാൻ പാടുള്ളതല്ല. അമ്പിയാക്കന്മാരിൽ നിന്ന് അവർ നബൂവത്ത് കൊടുക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ അവരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കൂല. നബൂവത്തിന് ശേഷം ഏതായാലും സംഭവിക്കൂല. ഇതാണ് അമ്പിയാക്കന്മാരുടെ സർവ്വപ്രവർത്തികളും. അവരെ കൊണ്ട് മാത്രം പ്രത്യേകമായതല്ലാത്തത് മുഴുവനും അത് അവരുടെ ഉമ്മത്തുകൾക്ക് പിൻപറ്റപ്പെടാൻ പറ്റുന്നതായ പ്രവൃത്തികളായിരിക്കും അവരിൽ നിന്നുണ്ടാവുക. അപ്പം ഏതെങ്കിലും നിലക്കുള്ള മോശമായ പ്രവൃത്തികൾ അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാവുന്നതല്ല. ഒരു കറാഹത്ത് എന്നല്ല, ഒരു ഖിലാഫുൽ ഔല പോലും അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇതാണ് സഹിയായ ഈമാൻ. ഇതാണ് സുന്നി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം.